ഹലോ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പാട്ടിനെ കുറിച്ചോ അതോ ഡാൻസിനെ കുറിച്ചോ? രണ്ടുമല്ല, ഒരു പേഴ്സണൽ പ്രോബ്ലം. ആരാ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാന്ന് അറിയില്ല. അതുകൊണ്ട് 4-5 പേര് എഴുതി നറുക്കിടാന്ന് വെച്ചു. അത് കൊള്ളാം. എന്നാ ശരി, എടുക്ക്. സത്യക്ക് തന്നെ നറുക്ക് വീണത്. സൊല്യൂഷൻ പറഞ്ഞു തരേണ്ടത് സത്യ തന്നെയാ. വേറെ ആര് പറഞ്ഞാലും ശരിയാവില്ല. ശരി, എന്താ പേഴ്സണൽ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞ? ഞാൻ വന്നപ്പോഴേക്ക് അമ്മ പോയി. സത്യ, പ്രസാദം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. വൈകുന്നേരം പാർട്ടിയുണ്ട്, നീ ഉണ്ടാവണം എല്ലാത്തിനും. ഓ അതെ, നറുക്ക് വീണത് മറന്നിട്ടില്ലല്ലോ? ഇല്ല. എന്താ പ്രോബ്ലം? പ്രേമത്തെ കുറിച്ചൊരു സംശയം ചോദിക്കാനാ. ഇത് ചോദിക്കാനാണോ നറുക്കിട്ടത്? അതിന് ഞാൻ പ്രേമത്തിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ലേ. ആണെന്നാണല്ലോ ദൈവം പറഞ്ഞത്. അല്ലെങ്കിൽ സത്യക്ക് തന്നെ നറുക്ക് വീഴുവോ? ദൈവം പറഞ്ഞാ പിന്നെ അതിന് അപ്പീലുണ്ടാവില്ലല്ലോ, അല്ലേ? പോയി. കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം, കേക്ക് കൊടുത്തിട്ട് ഇപ്പൊ പറ. പറയാമേ, പറഞ്ഞിട്ട് പോയാ മതി. ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വരികയായിരുന്നു. കാറില്ലാത്തോണ്ട് ബസ്സിലാ വന്നത്. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മഴ. ഞാൻ ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്നു, മഴ കൊള്ളാതിരിക്കാനേ. എന്നിട്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ട് വന്നു. ചെറുപ്പക്കാരനോ? എന്തിനു? അത് മനസ്സിലായില്ലേ? മഴ നനയാതിരിക്കാൻ. എങ്ങനെ ആള്? കണ്ടാൽ എങ്ങനെ? കണ്ടാൽ സത്യപോലെ തന്നെ. എന്താ ഇവിടെ നിൽക്കണേ? ഭക്ഷണമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴിച്ചോളൂ. ഈ തിരക്കിനിടയിൽ ആരും അറിയാൻ പോണില്ല. അയ്യോ, ബാക്കി കഥ പിന്നെ പറയാം. പിന്നെയല്ല ഇപ്പൊ പറയാമേ. പറ. ചെറുപ്പക്കാരൻ ആകെ നനഞ്ഞിരുന്നു. ഷർട്ട് അഴിച്ച് പിഴിയാൻ തുടങ്ങുമായിരുന്നു അയാൾ. പെട്ടെന്ന് എന്നെ കണ്ടത്. അയാളൊന്ന് മടിച്ചു. അപ്പൊ ഞാനൊരു കണ്ണുപൊട്ടിയെ പോലെ അഭിനയിച്ചു. എന്തിന്? വെറുതെ. വെറുതെ ആവില്ല, അയാള് ഷർട്ട് അഴിക്കുന്ന കാണാനാവും. ഓ, ആണെങ്കി ആണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ? ഞാനാ. എന്താ വേണ്ടേ? എന്താ വേണ്ടേന്ന്? ഒന്നും വേണ്ട. പിന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. എന്നാ അവിടുന്ന് ആരും വിളിച്ചില്ല. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഹലോ, അവിടുന്ന്. എന്താ ഇതെവിടെ പണിയല്ലേ? അവന്റെ ഉണ്ട്. അമ്മേ, ദാഹിച്ചു നിൽക്കോ? ഏയ്, ദാഹമൊന്നുമില്ല. കഥ മുഴുമിപ്പിച്ചില്ലല്ലോ. ഇത് കഴിക്കേ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ട കോള. എന്നാ കഥ? കോള.
പറ. കഴിക്കേ. പറ. ഡ്രസ്സൊക്കെ കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ കണ്ണുപൊട്ടിയല്ല. ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്മിട്ട് കള്ളു കുടിച്ച ഓപ്പയെ പോലെ. ഓപ്പേ പോലെയോ? പിന്നെ പലപ്പോഴും കണ്ട അയാളെ. ഇപ്പോഴിപ്പോഴായിട്ട് കാണാതിരിക്കാൻ വയ്യാന്നൊരു തോന്നല്. ഇത് പ്രേമമാണോ? നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ സംഭവം മനസ്സിലായി. എന്നെ ഇഷ്ടമാണെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞാ പോരെ. പിന്നെ ഒരു മോഹം. വേറൊരാളുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതെ, എന്നാ പിന്നെ ഞാനിപ്പോ പറയട്ടെ എല്ലാവരോടും. എന്താ പ്രശ്നം? താനാരാ? താനാരാ എന്താ പ്രശ്നം? ഞാൻ ഒപ്പ. അപ്പൊ ഞാനോ? സത്യ. അല്ല, അതെ, ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ ഹസ്ബൻഡ്. ഛേ, അല്ല, മകൻ. പാട്ടുകാരൻ. എന്നൊരു പാട്ട് പാട്. പാടൂ, എന്താല്ല കള്ളറക്കൂ. പിടിച്ചു കൊണ്ടുപോ. കഥ പറയാം.